Imhoff tank. It is also called two-story digestion tank. Imhoff tank is an improvement over septic tank in which the incoming sewage is not allowed to get mixed up with the sludge produced and the outgoing effluent is not allowed to carry with it large amount of organic load as in the case of a septic tank. ഇപ്പോൾ ഇമോഫ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു ഇംപ്രൂവ്മെൻറ്റ് ഫോമാണ്. ഇതിലാണെങ്കിൽ ഇൻകമ്മിങ് സ്യൂവേജ് എന്ന് പറഞ്ഞത് ഈസ് നോട്ട് അലൗഡ് ടു ഗെറ്റ് മിക്സ്ഡ് അപ്പ് വിത്ത് ദ സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ഔട്ട് ഗോയിങ് എഫ്ലുവൻറ്റ് ഈസ് നോട്ട് അലൗഡ് ടു ക്യാരി വിത്ത് ഇറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് ലോഡ് ആസ് ഇൻ ദി കേസ് ഓഫ് എ സെപ്റ്റിക് ടാങ്ക്. An Imhoff tank is in fact a two-storied tank and they are sometimes also known as two-story digestion tank. Then constructional details. This Imhoff tank is a double chamber rectangular tank. The upper chamber is called sedimentation chamber and sedimentation chamber or flowing through chamber through which the sewage flows at a very low velocity, and the lower chamber is the digestion chamber in which the sludge gets digested due to anaerobic decomposition. അപ്പോൾ ഇമോഫ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ചേംബർ റെക്റ്റാങ്കുലർ ടാങ്ക് ആണ്. അപ്പോൾ അതിനകത്ത് രണ്ട് ചേംബറുണ്ട്, അപ്പർ ചേംബറും ലോവർ ചേംബറും. അപ്പർ ചേംബറിനെ പറയുന്ന പേരാണ് സെഡിമെൻറ്റേഷൻ ചേംബർ അല്ലെങ്കിൽ ഫ്ലോയിങ് ത്രൂ ചേംബർ. അപ്പോൾ ഈ സെഡിമെൻറ്റേഷൻ ചേംബറിൽ സ്യൂവേജ് എന്ന് പറഞ്ഞത് ഫ്ലോസ് അറ്റ് എ വെരി ലോ വെലോസിറ്റി. ലോവർ ചേംബറാണ് പറയുന്ന പേരാണ് ഡൈജഷൻ ചേംബർ. അതിലാണെങ്കിൽ സ്ലഡ്ജ് ഗെറ്റ്സ് ഡൈജസ്റ്റഡ് ഡ്യൂ ടു ആനേറോബിക് ഡീകമ്പോസിഷൻ. ഇപ്പോൾ ഇമോഫ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ആനേറോബിക് യൂണിറ്റ് ആണ്. ദെൻ ഫിഗർ ഇതിൽ പ്ലാനും പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും സൈഡ് വ്യൂവും കാണിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ ചേംബർ, ഡൈജഷൻ ചേംബർ ആൻഡ് ദ സ്ലോട്ട്. സ്ലോട്ട് എന്ന് ഉദ്ദേശിച്ച സെഡിമെൻറ്റേഷൻ ചേംബറിൻ്റെ ബോട്ടത്തിൽ വരുന്ന ആ പോർഷനാണ് എൻട്രൻസ് സ്ലോട്ട് എന്ന് പറഞ്ഞത്. പിന്നെയുള്ള ഒരു ന്യൂട്രൽ സോൺ. ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞാൽ സ്ലഡ്ജ് ഡൈജഷൻ ചേംബറിൻ്റെ മുകളിലും ആ സ്ലോട്ടിൻ്റെ താഴത്തെയും പോർഷൻ, ആ ഇതിനിടയ്ക്കുള്ള പോർഷനെയാണ് ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞത്. പിന്നെ ഈ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ നിന്ന് സ്ലഡ്ജ് ഡൈജഷൻ ചേംബറിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ഗ്യാസാണ് കിട്ടുന്നത്. ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മീതെയിൻ. ആ മീതെയിൻ എന്ന് പറഞ്ഞത് ഈസ് കളക്റ്റഡ് ഇൻ ദ ഗ്യാസ് വെൻറ്റ് ഏരിയ. ഗ്യാസ് വെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെഡിമെൻറ്റേഷൻ ചേംബറിന് മുകളിലത്തെ പോർഷനും പിന്നെ ഡൈജഷൻ ചേംബറിൻ്റെ മുകളിലും സെഡിമെൻറ്റേഷൻ ചേംബറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വരുന്ന പോർഷനെയാണ് നമ്മൾ ഗ്യാസ് വെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ്. ഏതൊക്കെ? സെഡിമെൻറ്റേഷൻ ചേംബർ, പിന്നെ അതിൻ്റെ സ്ലോട്ട്, എൻട്രൻസ് സ്ലോട്ട്, ഡൈജഷൻ ചേംബർ, ന്യൂട്രൽ സോൺ, ദെൻ ഗ്യാസ് വെൻറ്റ്, അല്ലെങ്കിൽ ഇതിന് പറയുന്നത് ഗ്യാസ് വെൻറ്റ് ആൻഡ് സ്കം ചേംബർ. Then the solids of the slowly moving sewage settling down to the bottom of the sedimentation chamber through the sloping bottom sides of the sedimentation chamber. അപ്പോൾ സ്യൂവേജിനകത്ത് സോളിഡ്സ് കണ്ടൻറ്റ് കാണും. ആ സോളിഡ്സ് ഓഫ് ദ സ്ലോലി മൂവിങ് സ്യൂവേജ് സെറ്റിലിംഗ് ഡൗൺ ടു ദ ബോട്ടം ഓഫ് ദ sedimentation chamber through the sloping bottom sides of the sedimentation chamber. ആ സ്ലോപ്പ് എന്ന് പറഞ്ഞ് being 1.25 vertical to 1 horizontal, and these solids will slide down into the digestion chamber
through an entrance slot at the lowest point of a sedimentation chamber. അപ്പോൾ ഈ സ്യൂവേജിലുള്ള സോളിഡ് കണ്ടന്റ് സെഡിമെൻറ്റേഷൻ ചേമ്പറിലെ സ്ലോട്ടിലൂടെ ഡൈജഷൻ ചേമ്പറിൽ എത്തും. Then the minimum width of slot is 15 centimeter and this slot is trapped or overlapped in such a way that the gases generated in the digestion chamber cannot enter the sedimentation chamber and thus avoiding direct contact of sewage with the foul gases. അപ്പോൾ ഇതിനകത്ത് ആ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഈ ഡൈജഷൻ ചേമ്പറിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്യാസും ഈ സെഡിമെൻറ്റേഷൻ ചേമ്പറുമായിട്ട് അതിനകത്തുള്ള സ്യൂവേജുമായിട്ട് ഒരു കോണ്ടാക്റ്റും വരാത്ത രീതിയിലാണ് ആ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തേക്കണം. ദ സ്ലോട്ട് ഈസ് ട്രാപ്ഡ് ഓർ ഓവർലാപ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഗ്യാസസ് ജനറേറ്റഡ് in the digestion chamber cannot enter the sedimentation chamber, thus avoiding direct contact of sewage with the foul gases. Then a gas vent, also called scum chamber, is also provided above the digestion chamber and along the side of the sedimentation chamber to take care of the gases escaping to the surface. അപ്പോൾ ഗ്യാസ് വെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡൈജഷൻ ചേമ്പറിൻ്റെ മുകളിലും സെഡിമെൻറ്റേഷൻ ചേമ്പറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കിട്ടുന്ന ആ പോർഷനെയാണ് ഏതാ ഗ്യാസ് വെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്യാസ് വെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന വേറൊരു പേരാണ് സ്കം ചേമ്പർ. ദെൻ ചീഫ് ഗ്യാസ് ഈസ് മീഥെയ്ൻ ഹാവിങ് എ കൺസിഡറബിൾ ഫ്യൂൽ വാല്യൂ and may therefore be separately collected for use. ഇപ്പോൾ മെയിൻ ഗ്യാസ് എന്ന് പറയുന്നത് മീഥെയ്ൻ, അതിന് നമുക്ക് ഫ്യൂലായിട്ട് യൂസ് ചെയ്യാം. Then in order to prevent the particles of sludge or scum from entering into the sedimentation chamber from the digestion chamber, the scum and sludge must be maintained at least 45 centimeter above and below the slots. This free or clear zone is called neutral zone. അപ്പോൾ ഈ ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ ചേമ്പറിൻ്റെ താഴത്തെ ബോട്ടം എന്ന് പറഞ്ഞാൽ സ്ലോട്ട്, അതിൻ്റെ ബോട്ടം മുതൽ ഈ ഡൈജഷൻ ചേമ്പറിൻ്റെ ടോപ്പ് വരെ ഉള്ള, അപ്പോൾ ആ ഇടയ്ക്കുള്ള ആ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞാൽ. ഈ ന്യൂട്രൽ സോൺ എന്തിനു പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് ദ പാർട്ടിക്കിൾസ് ഓഫ് സ്ലഡ്ജ് or scum from entering into the sedimentation chamber from the digestion chamber. Then the scum and the sludge must be maintained at least 45 centimeter above and below the slots. And this free or clear zone is called neutral zone. Then ഡൈജഷൻ ചേമ്പർ, ഇപ്പോൾ ഡൈജഷൻ ചേമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിവൈഡഡ്, ലോവർ ചേമ്പറിനെയാണ് ഡൈജഷൻ ചേമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ദ ഡൈജഷൻ ചേമ്പർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു എ നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ്, ജനറലി 3 or 4 compartments. The bottom of each digestion compartment is made up in the form of an inverted cone or hopper with sides sloping 1:1 so as to concentrate the sludge at the bottom of the hopper. അപ്പോൾ ഈ ഡൈജഷൻ ചേമ്പറിന് പല കമ്പാർട്ട്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സാധാരണ 3 or 4 compartments. എന്നിട്ട് ഈ ബോട്ടം, ഈ ഡൈജഷൻ ചേമ്പറിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞത് ഏതാ ഇൻ ദ ഫോം ഓഫ് ഇൻവെർട്ടഡ് കോൺ ഓർ ഹോപ്പർ. അതിൽ ആ സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞ് 1:1. ദെൻ ദ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഫ്രം ദ ബോട്ടം ഓഫ് ദി ഹോപ്പർ ഈസ് റിമൂവ്ഡ് പീരിയോഡിക്കലി. ഇറ്റ് ഈസ് അബൌട്ട് 1 to 1.5 months. പക്ഷേ ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ വേരി ചെയ്യാം. ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ of the sludge.
But the designed digested sludge from the bottom of the hopper is removed periodically through the cast iron desludging pipes provided in each compartment. ഇപ്പോൾ ഡൈജസ്റ്റഡ് സ്ലഡ്ജിന് എന്ത് ചെയ്യും? കാസ്റ്റ് അയൺ പൈപ്പ് വഴി നമ്മളിതിനെ ഡിസ്ചാർജ് ചെയ്യുക. The digested sludge from the bottom of the hopper is removed periodically, that is about 1 to 1.5 months through the cast iron desludging pipe. Then the digested sludge is removed and റിമൂവ് ചെയ്തിട്ട് ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രൈ ചെയ്തിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക. The removed sludge may be dried and disposed of in a sanitary manner. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ്, പിന്നെ അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പാർട്ട് 20 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ആ ഫിഗർ വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡിസൈൻ കൺസിഡറേഷനും കൂടെ ചേർക്കണം. എന്നാലേ 20 മാർക്ക് കിട്ടും. മാർക്ക് അതിൽ 20ലും കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 10 മാർക്കൊക്കെ ഉള്ളെങ്കിൽ ഫിഗർ വരച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ്, ഡിസൈൻ കൺസിഡറേഷൻസ്. അപ്പോൾ ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇമോഫ് ടാങ്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് പാർട്സ് ആണ് ഏതൊക്കെയാ? സെഡിമെൻറ്റേഷൻ ചേംബർ, ഡൈജഷൻ ചേംബർ, ഗ്യാസ് വെൻറ്റ് അല്ലെങ്കിൽ സ്കം ചേംബർ. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഡിസൈൻ കൺസിഡറേഷനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വൺ, ഡിസൈൻ കൺസിഡറേഷൻസ് ഓഫ് സെഡിമെൻറ്റേഷൻ ചേംബർ. അപ്പോൾ സെഡിമെൻറ്റേഷൻ ചേംബർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. ദെൻ ഡിറ്റൻഷൻ പീരീഡ് ഈസ് 2 to 4 hours, usually taken as 2 hours. Second, flowing through velocity. This flowing through velocity should not be more than 0.3 meter per minute. Next, surface loading should not exceed 30,000 liters per meter square per day. It may be increased to about 45,000 liters per meter square per day for effluent coming from activated sludge plant or where recirculation is adopted. അപ്പോൾ സർഫസ് ലോഡിംഗ് ആണെങ്കിൽ 30,000 liters per meter square per ഡേയിൽ കൂടുതലാകാൻ പാടില്ല. എന്നാൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റിൽ നിന്ന് വരുന്ന എഫ്ലുവൻ്റ് ആണെങ്കിൽ ഈ 30,000 എന്നുള്ളത് 45,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ലെങ്ത് ഓഫ് ദി ടാങ്ക്. ലെങ്ത് ഓഫ് ദി ടാങ്ക് ഷുഡ് നോട്ട് എക്സീഡ് 30 meter. And next, length to width ratio, L/B ratio may be taken as 3 to 5. Next, depth of the sedimentation chamber. Depth എന്ന് പറഞ്ഞത് 3 to 3.5 meter. Then total length of the sedimentation IMOF tank equal to 9 to 11 meter. Freeboard 45 centimeter or 0.45 meter. ഇതിൽ സെഡിമെൻറ്റേഷൻ ചേമ്പറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 3 to 3.5 meter. ടോട്ടൽ ഡെപ്ത് ഓഫ് ഇമോഫ് ടാങ്ക് എന്ന് ഉദ്ദേശിച്ച് സെഡിമെൻറ്റേഷൻ ചേമ്പറിൻ്റെ ഡെപ്ത് പ്ലസ് ഡൈജഷൻ ചേമ്പറിൻ്റെ ആ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞത് 9 to 11 meter. ദെൻ സെക്കൻഡ്, digestion chamber. This chamber is generally designed for a minimum capacity of 57 liters per capita. അപ്പോൾ ഡൈജഷൻ ചേമ്പറിൻ്റെ മിനിമം കപ്പാസിറ്റി 57 liters per capita. But in warmer climates where shorter periods between sludge withdrawals are possible, it may be reduced to about 35 to 40 liters per capita. അപ്പോൾ ഡൈജഷൻ ചേമ്പറിൻ്റെ മിനിമം കപ്പാസിറ്റി 57 liters per capita.
ഇനി വാമർ ക്ലൈമറ്റിലാണെങ്കിൽ ഇത് 35 to 40 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ. നെക്സ്റ്റ് ഗ്യാസ് വെൻറ്റ് ഓർ സ്കം ചേംബർ. അതിൽ സർഫസ് ഏരിയ ഓഫ് ദി സ്കം ചേംബർ ഷുഡ് ബി അബൌട്ട് 25 to 30% ഓഫ് ദി ഏരിയ ഓഫ് ദി ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ഡൈജഷൻ ചേംബർ. അപ്പോൾ ഗ്യാസ് വെൻറ്റിൽ ഇത്രയേ ഉള്ളൂ. ആ ഗ്യാസ് വെൻറ്റ് ഏരിയ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ 25 to 30% ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. But the surface area of the scum chamber should be about 25 to 30% of the area of the horizontal projection of the top of the digestion chamber. ഇനി ഡിസൈൻ ആണ്. ഡിസൈൻ an IMOF tank to treat the sewage from a small town with 30,000 population. The rate of sewage may be assumed as 150 liters per head per day. ഇത്രയാ തന്നേക്കണേ, ബാക്കി നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇമോഫ് ടാങ്ക് ഡിസൈൻ ചെയ്യണം. സ്യൂവേജിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 150 liters per head per day. പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് 30,000. ഇനി ചിലപ്പോൾ ഡിസൈൻ ആൻഡ് ഇമോഫ് ടാങ്ക് ടു ട്രീറ്റ് ദ സ്യൂവേജ് ഫ്രം എ സ്മോൾ ടൗൺ വിത്ത് പോപ്പുലേഷൻ മാത്രം തരും. എങ്കിൽ നമ്മളെന്താ ഡയറക്റ്റ് സ്യൂവേജ് അല്ല നമുക്ക് കിട്ടണ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റണ ആദ്യം റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ ആണെങ്കിൽ എത്രയാ? സ്മോൾ ടൗൺ ആണെങ്കിൽ 135, ലാർജ് ടൗൺ ആണെങ്കിൽ 200 എന്നെടുക്കുക. അതിന് പോപ്പുലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഏതാ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈ. അതിൻ്റെ 70 to 80% എടുക്കുമ്പോൾ കിട്ടുന്നതാണ് സ്യൂവേജിൻ്റെ ക്വാണ്ടിറ്റി. പക്ഷെ ഇവിടെ പ്രോബ്ലത്തിൽ സ്യൂവേജിൻ്റെ ഫ്ലോ പറഞ്ഞിട്ടുണ്ട് 150 liters per head per day. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്യൂവേജ് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. സ്യൂവേജ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ റേറ്റ് ഓഫ് സ്യൂവേജ് ഫ്ലോ ഇൻറ്റു പോപ്പുലേഷൻ. അപ്പോൾ 30,000 ഇൻറ്റു 150 ദറ്റ് ഈക്വൽ ടു 4.5 million liters per day ഈക്വൽ ടു 4,500 meter cube per day. ദെൻ അപ്പോൾ ഒരു ഡേയിൽ സ്യൂവേജ് ഡിസ്ചാർജാണ് 4,500 meter cube. അങ്ങനെയെങ്കിൽ ഇതിൽ നമ്മൾ സെഡിമെൻറ്റേഷൻ ചേമ്പറിൽ ഡിറ്റൻഷൻ ടൈം അസ്യൂം ചെയ്യണം. അതിനെത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. സെഡിമെൻറ്റേഷൻ ചേമ്പറിലെ ഡിറ്റൻഷൻ ടൈം എന്ന് പറഞ്ഞത് എത്രയാ? 2 to 4 hours, യൂഷ്വലി ടേക്കൺ ആസ് 2 hours. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക. അസ്യൂമിങ് എ ഡിറ്റൻഷൻ പീരീഡ് ഓഫ് സ്യൂവേജ് ഇൻ ദി സെഡിമെൻറ്റേഷൻ ചേമ്പർ ആസ് 2 hours. Then the volume of sewage entering in 2 hours, that is the capacity of the sedimentation chamber, is equal to ഒരു ഡേ എന്ന് പറഞ്ഞാൽ 24 hours ഉള്ള സ്യൂവേജ് ഡിസ്ചാർജ് 4,500 meter cube ആണെങ്കിൽ 2 hours എത്ര? അതാണ് ആ 150 ഇൻറ്റു 30,000 എന്ന് പറയുന്നത് 4,500 meter cube. അപ്പോൾ അതിന് നമ്മൾ ആ വാല്യൂ ഇട്ടിരുന്നാലും മതി. ഇല്ലെങ്കിൽ 150 ഇൻറ്റു 30,000 ഇൻറ്റു 2/24 അത്രയും എന്തോ ലിറ്റേഴ്സ്. ദാറ്റ് ഈക്വൽ ടു 3,75,000 liters or 375 meter cube. Then assuming an effective depth of 2.2 meter, effective depth means the effective depth includes part of the bottom sloping walls of the chamber and a width of 4.3 meter. ഇപ്പോൾ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ തൊട്ടടുത്തൊരു ഫിഗർ ഉണ്ട്. അതിൽ ആ ട്രയാങ്കുലർ പോർഷൻ്റെ സെൻറ്റർ മുതൽ സ്യൂവേജ് ഫ്ലോ വരെ ഉള്ള പോർഷനാണ് ഏതാ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ. ട്രയാങ്കുലർ പോർഷൻ്റെ സെൻറ്റർ മുതൽ സ്യൂവേജ് ഫ്ലോ വരെയുള്ള ടോപ്പ്. ദെൻ അപ്പോൾ അസ്യൂം ആൻ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് 2.2 meter വിത്ത് 4.3 meter. അപ്പോൾ ഡെപ്തും അറിയാം, വിഡ്ത്തും അറിയാം. അതിൽ നിന്ന് നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2.2 ഇൻറ്റു 4.3. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 375 meter cube. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ 2.2 ഇൻറ്റു 4.3. അപ്പോൾ അതിൽ നിന്ന് ലെങ്ത് ഓഫ് ദ സെഡിമെൻറ്റേഷൻ ചേംബർ ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ 375 ഡിവൈഡഡ് ബൈ 2.2 ഇൻറ്റു 4.3 ദാറ്റ് ഈക്വൽ ടു 39.64 meter, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 40 meter.
പക്ഷെ നേരത്തെ നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻ പറഞ്ഞു ലെങ്ത് ഓഫ് ദ സെഡിമെൻറ്റേഷൻ ചേംബർ ഈസ് ലിമിറ്റഡ് ടു 30 മീറ്റർ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 30യേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഈ ലെങ്തിന് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ 2 യൂണിറ്റായിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ദിസ് ലെങ്ത് ഈസ് ടു ലാർജ് ഫോർ എ സിംഗിൾ ടാങ്ക്. സോ ലെറ്റ് us adopt 2 tank units each of length 20 meter and width 4.3 meter. ഇനി ഈ കിട്ടിയ ഡയമെൻഷൻ ശരിയാണോ എന്നറിയാൻ നമ്മളിത് ചെക്ക് ചെയ്യാം. അതിന് ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. L/B ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ഡിവൈഡഡ് ബൈ വിഡ്ത്ത് 4.3 അപ്പോൾ ഈക്വൽ ടു 4.65. അപ്പോൾ സെഡിമെൻറ്റേഷൻ ചേമ്പറിൽ ഡിസൈൻ കൺസിഡറേഷൻ പറഞ്ഞു ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറഞ്ഞത് 3:5 ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയതും വിച്ച് ഈസ് ബിറ്റ്വീൻ 3:5 ആൻഡ് ഹെൻസ് സേഫ് ഓർ സാറ്റിസ്ഫാക്ടറി. ദെൻ അപ്പോൾ 2 ടാങ്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു മൊത്തത്തിലുള്ള ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് എത്രയാണ്? 4.5 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ അല്ലെങ്കിൽ 4500 മീറ്റർ ക്യൂബ് പെർ ഡേ. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഡിസ്ചാർജ് പാസിംഗ് ത്രൂ ഈച്ച് യൂണിറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ടോട്ടൽ ഡിസ്ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 2.25 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ. ഇനി വെലോസിറ്റി ചെക്ക് ചെയ്യുക. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ലെങ്ത് ഓഫ് ദ ടാങ്ക് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ഡിറ്റൻഷൻ ടൈം. അതിൽ നിന്ന് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ആ വെലോസിറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ ലെങ്ത് ഓഫ് ദ ടാങ്ക് ഡിവൈഡഡ് ബൈ ഡിറ്റൻഷൻ ടൈം ദറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ 2. ഇനി ഡിസൈൻ കൺസിഡറേഷനിൽ അത്രയും മീറ്റർ പെർ മിനിറ്റില്ല 0.3 ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 0.3 മീറ്റർ പെർ മിനിറ്റ്. അപ്പോൾ ഇതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ബൈ 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആ 60 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു 0.17 മീറ്റർ പെർ മിനിറ്റ് വിച്ച് ഈസ് ലെസ് ദാൻ 0.3 മീറ്റർ പെർ മിനിറ്റ്. ഹെൻസ് സേഫ്. ദെൻ ചെക്ക് ഫോർ സർഫസ് ലോഡിംഗ്. സർഫസ് ലോഡിംഗ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ BL ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ പ്ലാൻ ഏരിയ. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ ഡിസ്ചാർജാണ് എടുക്കേണ്ടത്. 2.25 മില്യൺ ലിറ്റർ ആയിരുന്നു. ലിറ്റർ ആക്കാൻ ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ പ്ലാൻ ഏരിയ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ലെങ്ത് 20 മീറ്റർ വിഡ്ത്ത് എന്ന് പറഞ്ഞത് 4.3 മീറ്റർ. അപ്പോൾ ഈക്വൽ ടു 26,162 ലിറ്റേഴ്സ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സർഫസ് ലോഡിംഗ് എന്ന് പറഞ്ഞത് ഷുഡ് നോട്ട് എക്സീഡ് 30,000 ലിറ്റേഴ്സ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ. ഇവിടെ ഇപ്പോൾ കിട്ടിയ ലെസ് ദാൻ 30,000 ലിറ്റേഴ്സ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ. ഹെൻസ് സേഫ്. ദെൻ hence dimensions chosen can be accepted. Length 20 meter, width 4.3 meter. Then let us decide the rectangular and sloping portions of the sedimentation chamber with its effective depth as 2.2 meter with 4.3 meter width and bottom sides sloping at 1 horizontal to 1.25 vertical. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 4.3 മീറ്റർ വിഡ്ത്തും ഇഫക്റ്റീവ് ഡെപ്ത്ത് 2.2 മീറ്റർ എടുത്തു. ആ സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞത് 1 ഹൊറിസോണ്ടൽ ടു 1.25 വെർട്ടിക്കൽ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി സ്ലോപ്പിംഗ് ബോട്ടം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഈക്വൽ ടു 1.25 ഇൻറ്റു 2.15. 2.15 എന്ന് പറഞ്ഞത് മൊത്തം വിഡ്ത്ത് 4.3. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ട്രയാങ്കിളിൽ ഇവിടെ നിന്ന് ഇത് ഇത്രയും 2.15. അപ്പോൾ എക്സ് ഈക്വൽ ടു 1.25 ഇൻറ്റു 2.15 ദറ്റ് ഈക്വൽ ടു 2.69 മീറ്റർ. ദെൻ ഇനി ഈ ഹൈറ്റ് ഓഫ് ദ വെർട്ടിക്കൽ പോർഷൻ ബിലോ ദ ലിക്വിഡ് സർഫസ് ദറ്റ് ഈസ് വൈ. ആ വൈ എന്ന് പറഞ്ഞത്
സിവേജിൻ്റെ സർഫസിൽ നിന്ന് ഈ ട്രയാങ്കുലർ പോർഷൻ്റെ ടോപ്പ് വരെയുള്ള ആ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ വെർട്ടിക്കൽ പോർഷൻ ബിലോ ദ ലിക്വിഡ് സർഫസ് y ഈസ് ഈക്വൽ ടു y കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കുലറിൻ്റെ സെൻറ്റർ മുതൽ ട്രയാങ്കുലർ പോർഷൻ്റെ സെൻറ്റർ മുതൽ സിവേജിൻ്റെ ടോപ്പ് വരെ ഉള്ളതാണ് ഇഫക്റ്റീവ് ഡെപ്ത് 2.2 മീറ്റർ. അതിൽ നിന്ന് ഈ ട്രയാങ്കുലർ പോർഷൻ്റെ ടോട്ടൽ ഹൈറ്റിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 2.2 മൈനസ് 2.69/2 എന്ന് പറഞ്ഞത് 0.855 മീറ്റർ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.86 മീറ്റർ. ഇനി ഇതിൻ്റെ മുകളിൽ ഇത്രയാണ് ഹൈറ്റ് വരണത്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഫ്രീ ബോർഡ് കൊടുക്കും. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞത് 45 സെൻറ്റിമീറ്റർ. അസ്യൂമിങ് എ ഫ്രീ ബോർഡ് ഓഫ് 0.45 മീറ്റർ, the total depth of the sedimentation chamber up to the bottom of the entrance of the slot is equal to 0.45 plus 0.86 plus 2.69, that equal to 4 meter. ഇപ്പോൾ y ഈക്വൽ ടു നമുക്ക് കിട്ടിയ 2.2 മൈനസ് ഏതാ 2.69/2 ഈക്വൽ ടു 0.855, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.86 മീറ്റർ. ദെൻ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞത് 2.2 നമ്മളവിടെ എടുത്തു. അതിൽ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ട്രയാങ്കുലർ പോർഷൻ വിൽ ബി ഹാഫ് ടു മേക്ക് ഇറ്റ് ഇക്വലൻ ടു എ റെക്റ്റാങ്കുലർ സെക്ഷൻ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പം എന്നിട്ട് ആഡിങ് 0.45 മീറ്റർ ഫോർ ദി ഫ്രീ ബോർഡ്, the total depth of the sedimentation chamber up to the bottom of the entrance of the slot equal to freeboard 0.45 plus y 0.86 plus x 2.69, that equal to 4 meter. Next, design of gas vent and neutral zone. ഇപ്പോൾ ന്യൂട്രൽ സോണിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞത് 45 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ ന്യൂട്രൽ സോൺ പ്രൊവൈഡ് ചെയ്യണത് ഈ 4 മീറ്റർ ഇപ്പോൾ നമുക്ക് സെഡിമെൻറ്റേഷൻ ചേമ്പറിൻ്റെ ഡെപ്ത് കിട്ടി അതിൻ്റെ താഴെയായിട്ടാണ്. അപ്പോൾ പ്രൊവൈഡ് എ ന്യൂട്രൽ സോൺ ഓഫ് 0.45 മീറ്റർ ബിലോ ദിസ് ഡെപ്ത് ഓഫ് 4 മീറ്റർ. ദ ടാങ്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് എത്രയാ? 20 മീറ്റർ. ബട്ട് ബിലോ ദിസ് 4 മീറ്റർ ഡെപ്ത് ഇറ്റ് ഷാൽ ബി ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ്. നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ് നേരത്തെ പറഞ്ഞു 3 or 4. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുക 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളതിൽ. അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് കമ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു ടോട്ടൽ 20 മീറ്റർ ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈക്വൽ ടു 5 മീറ്റർ. ദെൻ ദ ഏരിയ ഓഫ് ഗ്യാസ് വെൻറ്റ് has to be provided on both sides of the sedimentation chamber. അപ്പോൾ ഗ്യാസ് വെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു സെഡിമെൻറ്റേഷൻ ചേമ്പറിൻ്റെ 2 സൈഡിലുമായിട്ട് വരുന്ന പോർഷൻ, പക്ഷേ ഡൈജഷൻ ചേമ്പറിൻ്റെ ടോപ്പ് മുതലാണ്. അപ്പോൾ ദ ഏരിയ ഓഫ് ഗ്യാസ് വെൻറ്റ് ഹാസ് ടു ബി പ്രൊവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി സെഡിമെൻറ്റേഷൻ ചേമ്പർ ആൻഡ് ദിസ് വിഡ്ത്ത് ഷുഡ് ബി എബൌട്ട് 25 to 30% ഓഫ് ദ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്. അപ്പോൾ ആ ഗ്യാസ് വെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞത് 25 to 30% ഓഫ് ദി ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദി tank. Then assume an overall width of 6.5 meter. ആ 6.5 എടുത്ത് സെഡിമെൻറ്റേഷൻ ചേമ്പറിൻ്റെ മാത്രം 4.3 മീറ്റർ, അതിൻ്റെ 2 സൈഡിലുമാണ് ഏത് വരുന്നത്? ഗ്യാസ് വെൻറ്റ്. അപ്പോൾ ആ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞത് ഈ 4.3യേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ 6 മീറ്റർ എടുക്കാം, 5 എടുക്കാം, അല്ലെങ്കിൽ 6 ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് 6.5 മീറ്റർ എന്ന് അസ്യൂം ചെയ്യണം. The total width of the tank equal to 6.5 meter. Then the total width of gas vent കണ്ടുപിടിക്കണം. And assuming 15 centimeter thickness of chamber walls. അപ്പോൾ ഗ്യാസ് വെൻറ്റിൻ്റെ ഇത് വിഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ഗ്യാസ് വെൻറ്റ് മൈനസ് ആ സെഡിമെൻറ്റേഷൻ ചേമ്പറിൻ്റെ വിഡ്ത്ത് മൈനസ് ചെയ്യണം. അപ്പോൾ 6.5 മൈനസ് 4.3 മൈനസ് ഇതിൻ്റെ 2 സൈഡിലും 2 വാളുണ്ട്. ആ ഒരു വാളിൻ്റെ തിക്നെസ്സാണ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 വാളിൻ്റെയും കൂടെ ആകുമ്പോൾ
2 into 0.15. അപ്പോൾ 6.5 minus 4.3 minus 2 into 0.15 equal to 1.9 meter. Then this is about, ഇത് ഇനി എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ 6.5 മീറ്റർ വിഡ്ത്തിന് കിട്ടിയ ഗ്യാസ് വെൻറ്റിൻ്റെ വിഡ്ത്താണ് 1.9 മീറ്റർ. അങ്ങനെയെങ്കിൽ 100ന് എത്ര? അപ്പോൾ 1.9 ഡിവൈഡഡ് ബൈ 6.5 ഇൻറ്റു 100 ദാറ്റ് ഈക്വൽ ടു 29.23% ഓഫ് ദി ടോട്ടൽ വിഡ്ത്ത്. ഇനി ഈ വിഡ്ത്ത് ഓഫ് ഗ്യാസ് വെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസൈൻ കൺസിഡറേഷന് പറഞ്ഞു, അത് 25 to 30% വരണം. അപ്പോൾ അതിനിടയ്ക്ക് വിച്ച് ഈസ് ലെസ് ദാൻ 30%, ദാറ്റ് ഈസ് 29.23%, hence safe. Hence ഇപ്പോൾ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ഗ്യാസ് വെൻറ്റ് കിട്ടിയത് 1.9 മീറ്റർ. ഈ 1.9 മീറ്റർ ഇതിൻ്റെ രണ്ട് സൈഡിലൂടെ വരുമ്പോൾ അതിൻ്റെ ഓരോ സൈഡിലെയും വിഡ്ത്ത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് 0.95 മീറ്റർ width of gas vent will be provided on either side of the sedimentation chamber. Next, design of digestion chamber. ഇപ്പോൾ ഡൈജഷൻ ചേംബർ ഡിസൈൻ ചെയ്യുമ്പോൾ മിനിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ എത്ര, 57 ആണ് മിനിമം കപ്പാസിറ്റി. പക്ഷേ വാമ ക്ലൈമാറ്റ് വരുമ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് 35 to 40. ആ 40 അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അസ്യൂമിങ് ദി കപ്പാസിറ്റി ഓഫ് ദി ഡൈജഷൻ ചേംബർ അറ്റ് ദി റേറ്റ് ഓഫ് 40 liters per capita. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ദി ഡൈജഷൻ ചേംബർ ഈക്വൽ ടു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 30,000 ഇൻറ്റു 40 ഈക്വൽ ടു 12 into 10⁵ liters ഈക്വൽ ടു 1200 meter cube. ഈ ഡൈജഷൻ ചേംബറിൻ്റെ അവിടെയാണ് ടോട്ടൽ 4 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഒരു യൂണിറ്റിന് നമ്മൾ 2 യൂണിറ്റായിട്ടാണ് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞത് 2 യൂണിറ്റിലൂടെ 8 യൂണിറ്റ് കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ 8 കമ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടെ കപ്പാസിറ്റിയാണ് 1200. അപ്പോൾ ദ കപ്പാസിറ്റി ഓഫ് ഈച്ച് യൂണിറ്റ് ഓർ കമ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു 1200 divided by 8 equal to 150 meter cube. ഇനി ആ ഡൈജഷൻ ചേമ്പറിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞത് ഹോപ്പേഡ് ബോട്ടമാണ്. അതിൻ്റെ ഡെപ്ത്ത് നമ്മൾ അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ അസ്യൂം ദ ഡെപ്ത്ത് ഓഫ് ഈച്ച് ഹോപ്പർ ആസ് 2.1 meter. സൈഡ് സ്ലോപ്സ് 1:1. അപ്പോൾ അതിൻ്റെ ബോട്ടം ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ബോട്ടം ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞത് 6.5 ഉണ്ട്. അതിൽ നിന്ന് 6.5 മൈനസ് 2 ഇൻറ്റു 2.1 1:1 സ്ലോപ്പാണ്. അപ്പോൾ ബോട്ടത്തിലെ വിഡ്ത്ത് എന്ന് പറഞ്ഞത് 2.3 മീറ്റർ. ഇനി ലെങ്ത് എന്ന് പറഞ്ഞത് 5 മൈനസ് 2 ഇൻറ്റു 2.1 ഈക്വൽ ടു 0.8 മീറ്റർ. അപ്പോൾ ബോട്ടം ഡയമെൻഷൻ എന്ന് പറഞ്ഞത് 2.3 by 0.8 മീറ്റർ. ഇനി ഓരോ ഹോപ്പറിൻ്റെയും കപ്പാസിറ്റി കണ്ടുപിടിക്കണം. കപ്പാസിറ്റി ഓഫ് ഈച്ച് ഹോപ്പർ ഈക്വൽ ടു h/3 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് റൂട്ട് ഓഫ് A1 A2 where h is the depth of each hopper, A1 area of top section, A2 area of bottom section. അപ്പോൾ h 2.1 മീറ്റർ, A1 എന്ന് പറഞ്ഞ ടോപ്പ് സെക്ഷൻ്റെ ഏരിയ 6.5 ഇൻറ്റു 5, അപ്പോൾ 32.5 മീറ്റർ സ്ക്വയർ. A2 ഏരിയ ഓഫ് ബോട്ടം സെക്ഷൻ ദാറ്റ് ഈസ് 2.3 ഇൻറ്റു 0.8 ഈക്വൽ ടു 1.84 മീറ്റർ സ്ക്വയർ. then capacity of each hopper equal to വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന capacity of each hopper equal to 29.45 meter square.
മീറ്റർ ക്യൂബ്. ദെൻ അപ്പോൾ ആ ഹോപ്പറിൻ്റെ കപ്പാസിറ്റി 29.45 മീറ്റർ ക്യൂബ് കിട്ടി. ടോട്ടൽ ആ ഡൈജഷൻ ചേമ്പറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 150. അപ്പോൾ ബാക്കി ബാലൻസ് കപ്പാസിറ്റി എവിടെ പ്രൊവൈഡ് ചെയ്യുക? ആ റെക്റ്റാങ്കുലർ പോർഷനിൽ. അപ്പോൾ ബാലൻസ് കപ്പാസിറ്റി ടു ബി പ്രൊവൈഡഡ് ബൈ റെക്റ്റാങ്കുലർ പോർഷൻ ഓഫ് സെക്ഷൻ 6.5 മീറ്റർ ബൈ 5 മീറ്റർ ദറ്റ് ഈക്വൽ ടു ടോട്ടൽ ചേമ്പറിൻ്റെ കപ്പാസിറ്റി 150 മൈനസ് ആ ഹോപ്പറിൻ്റെ താഴത്തെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 29.45 ഈക്വൽ ടു 120.55 മീറ്റർ ക്യൂബ്. അപ്പോൾ കപ്പാസിറ്റി അറിയാം. ഇനി ആ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഇസഡ്. ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കുലർ പോർഷൻ ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഏരിയ. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 120.55 ഡിവൈഡഡ് ബൈ 6.5 ഇൻറ്റു 5 ഈക്വൽ ടു 3.71 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ഡൈജഷൻ ചേമ്പർ ഇൻക്ലൂഡിങ് ന്യൂട്രൽ സോൺ. അപ്പോൾ ഇതിൻ്റെ ഈ ഡൈജഷൻ ചേമ്പറിൻ്റെ മേളിലായിട്ടാണ് ന്യൂട്രൽ സോൺ വരുന്നത്. ന്യൂട്രൽ സോണിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞത് 45 സെൻറ്റിമീറ്റർ. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ഡൈജഷൻ ചേമ്പർ ഇൻക്ലൂഡിങ് ന്യൂട്രൽ സോൺ ഈക്വൽ ടു 0.45 പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ 3.71 പ്ലസ് ഡെപ്ത് ഓഫ് ഹോപ്പർ 2.1 ദറ്റ് ഈക്വൽ ടു 6.26 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ടാങ്ക് ഫ്രം ടോപ്പ് ടു ബോട്ടം ഈക്വൽ ടു height of the sedimentation chamber plus height of the sludge chamber that equal to 4 plus 6.26 equal to 10.26 meter. This height is within the limit, that is total height of the EMOF tank is limited to 9 to 11 meter. അപ്പോൾ അതിനിടയ്ക്കാണ് നമുക്ക് കിട്ടിയത് which is less than 11 meter and hence the design is safe. അപ്പോൾ ഇത്രയും ഡിസൈൻ ചെയ്ത് പ്ലാനും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും ക്രോസ് സെക്ഷനും വരച്ച് പാർട്സ് മാർക്ക് ചെയ്യുക.